ഹായ്, ഞാൻ സലു. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ എറണാകുളത്തുള്ള Vault.pai എന്ന നഴ്സറിയുടെ പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ 2 വീഡിയോയുടെയും കണ്ടിന്യൂഷനാണ്. ആ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അതുപോലെ ഇന്ന് ഞാൻ കാണിക്കുന്നത് മാക്രമെ പറ്റിയാണ്. എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ഹാങ്ങേഴ്സാണ്. ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ മാക്രമെ വാൾ ഹാങ്ങിങ്സിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 120 to 400 റുപ്പീസിനകത്ത് വരുന്നതാണ്. ഈ മാക്രമെ ചെയ്തിരിക്കുന്നത് വുഡൻ റിങ്ങിൻ്റെ അകത്താണ് ചെയ്തിരിക്കുന്നത്. ചെറിയ കാക്ടസ് പോലുള്ള ചെടികൾ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമ്മൾ വീട്ടിലോട്ട് കയറി വരുന്ന ഭാഗത്ത് വെൽക്കം ബോർഡിൻ്റെ കൂടെ തന്നെ നമുക്കിത് ഹാങ് ചെയ്തിടാൻ പറ്റുന്നതാണ്. ഇതിന് 350 റുപ്പീസാണ് വരുന്നത്. ഈ മാക്രമെ എല്ലാം 180 റുപ്പീസാണ്. ഇത് കോട്ടൺ ത്രെഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെയിൻ നോട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വുഡൻ ബീഡ്സ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ത്രെഡിൽ ചെയ്തെടുക്കാം. അതും ഇവിടുന്ന് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം ബൾക്കായിട്ടാണെങ്കിലും ഓർഡേഴ്സ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന മാക്രമെ വുഡൻ റിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ബീഡ്സ് വന്നിട്ടും വുഡൻ ബീഡ്സ് ആണ്. അതുപോലെ തന്നെ ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. നല്ല ലെങ്ത് ഉള്ള 3 സ്ട്രിങ്ങിലാണ് ഈ കൊടുത്തിരിക്കുന്നത്. താഴെയും കുറച്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇത് സെയിം ഡിസൈൻ തന്നെയാണ്, കളർ മാത്രം വ്യത്യാസമേ ഉള്ളൂ നേരത്തെ കാണിച്ചതിലും. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ വീടുകളുടെയും വോളിൽ കൊടുത്തിരിക്കുന്ന പെയിൻറ്റിൻ്റെ കളറിനെ ബേസ് ചെയ്താണ് ഓരോ മാക്രമേസും ഇടേണ്ടത്. ഞാനിപ്പം ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒരേ പോട്ട് തന്നെ യൂസ് ചെയ്തതേ ഉള്ളൂ. കളർ കോമ്പിനേഷൻസ് ഒന്നും നോക്കിയല്ല ഈ പോട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നല്ല ലെങ്ത് ഉള്ളതാണ്, ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ്. ഇത് മാക്രമയുടെ ബോട്ടിൽ ഹാങ്ങേഴ്സ് ആണ്. ഇപ്പം എല്ലാവരും ബോട്ടിലൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ ഉള്ള ബോട്ടിൽസൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അങ്ങനത്തെ ബോട്ടിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്തിടാവുന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പ്ലാന്റ്സും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽസ് മാത്രമായിട്ട് ബോട്ടിൽ ഹാങ്ങറായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ റിങ് കൊടുത്തിരിക്കുന്നത് സ്റ്റീലിലാണ്. ഇത് കോട്ടൺ ത്രെഡിലാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് സൈസാണ്. ഇതിൽ ചെറിയ ഹാങ്ങിങ് പ്ലാന്റ്സ് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇത് കുറച്ചും കൂടെ നല്ല ഹൈ ക്വാളിറ്റി ത്രെഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റേറ്റിൽ വ്യത്യാസം വരും. ചെയ്തിരിക്കുന്ന വർക്കിലും അതുപോലെ തന്നെ ത്രെഡ് ഉപയോഗിക്കുന്നതിലാണ് കൂടുതലായിട്ടും പ്രൈസ് വേരി ചെയ്യുന്നത്. എങ്ങനെ പോയാലും ഇവിടുത്തെ എല്ലാ മാക്രമേസിൻ്റെയും പ്രൈസ് റേഞ്ച് നോക്കിയാൽ ഏറ്റവും കുറഞ്ഞത് 120ഉം ഏറ്റവും കൂടുതൽ 400ഉമാണ് വരുന്നത്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞത്. ഇത് ചെറിയ കാക്ടസ് ഹാങ്ങേഴ്സ് ആണ്. ഇത് നമുക്ക് ബാൽക്കണിയിലാണെങ്കിലും എവിടെ വേണമെങ്കിലും ചെറിയ ഒരു പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ്. ത്രെഡ് കൊടുത്തിരിക്കുന്നത് കോട്ടൺ ത്രെഡാണ്. അതിൻ്റെ കൂടെ ജൂട്ടും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെയിം ജൂട്ടിൻ്റെ തന്നെയും ഇവിടെ അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് ജൂട്ടിൻ്റെ ആകുമ്പോഴത്തേക്ക് കുറച്ച് കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന വർക്കുകൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്കിത് ടെറാക്കോട്ട പോട്ട്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ സെറാമിക്കിൻ്റെയോ ഏത് വേണമെങ്കിലും നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതേ ഉള്ളൂ.
ഇവിടെ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഹോൾസെയിലേഴ്സിനും അതുപോലെ റീറ്റെയിലേഴ്സിനും പ്രത്യേകം റേറ്റാണ്. ഹോൾസെയിലേഴ്സ് ആണെങ്കിൽ ഒരു 10 നമ്പേഴ്സിൽ കൂടുതൽ ഷോപ്സിലേക്ക് വേണ്ടി എടുക്കുവാണെങ്കിൽ അതിൽ റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. മാക്സിമം 25 നമ്പേഴ്സൊക്കെ ഒരു അറ്റ് എ ടൈം എടുക്കാൻ പറ്റത്തുള്ളൂ ഓർഡേഴ്സ്. അതുപോലെ ഇത് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയവും വേണം. അതുപോലെ ത്രെഡെല്ലാം തന്നെ പുറത്തുനിന്ന് വരുത്തുന്നതാണ്. ഇവിടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാക്രേമിൻ്റെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിലുള്ളത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് സ്റ്റോക്കുകൾ വരാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇനിയും കുറച്ച് പാറ്റേൺസും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇതൊരു ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ളതാണ്. സിമ്പിളായിട്ടുള്ള നോട്ട്സാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മുകൾ ഭാഗത്തായിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വർക്കുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വർക്കെല്ലാം വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല ഇത്രയും ഒരു റേറ്റിൽ. കാരണം ഇവർ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നതും. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് സ്മോൾ സൈസിലുള്ള മാക്രമേ ഹാങ്ങേഴ്സാണ്. അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഈ റിങ് വരുന്നത്. ഇതൊരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ പാറ്റേൺ വരുന്നത്. ഇത് ശരിക്കും വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലൊക്കെ വളരെ നല്ല ഭംഗിയായിട്ട് വരുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോട്ട്സ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ മക്രമയുടെ കളേഴ്സും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പ്ലാന്റ്സും ഈ ഷോപ്പിലുണ്ട്. ഇത് ജൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. കാക്ടസ് ആണെങ്കിലും സെക്കുലൻസ് ആണെങ്കിലും ചെറുത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. അതല്ലാന്നുണ്ടെങ്കിൽ മില്യൺ ഹാർട്ട്സ് പോലത്തതും ബേബി ടിയേഴ്സ് പോലത്തുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് വെക്കുവാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ഇത് ഒരുപാട് വെറൈറ്റീസിലും ഓരോ മോഡൽസ് കാണിക്കുമ്പോഴും ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഈ കാണുന്നത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള മാക്രമയാണ്. ഇത് കോട്ടണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതെടുക്കുമ്പോഴത്തേക്ക് ഇതൊരു ട്വിസ്റ്റ് ചെയ്ത് പലതും പല മോഡൽസാണ്. പിന്നെ ഈ കാണുന്നതും വ്യത്യാസമുള്ളതാണ്. അതിനനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇതും കുറച്ച് വ്യത്യാസമായിട്ടുള്ളതാണ്. ഇതിൻ്റെ നോട്ട്സിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. പിന്നെ ലെങ്ത്ത് നോക്കിയും അതുപോലെ തന്നെ മൾട്ടി കളേഴ്സിലുള്ളത് ഒരുപാട് മാക്രമേസ് ഉണ്ട്. അതിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. പല കളേഴ്സും അത് പാറ്റേൺസിലും വ്യത്യാസം വരുന്നുണ്ട്. ഇത് ജൂട്ടിലുള്ളതാണ്. ജൂട്ടിൽ വരുമ്പം ഈ കാണുന്ന ലെങ്ത് ആയിരിക്കും വരുന്നത്. ചെറുതുമുണ്ട് വലുതുമുണ്ട്. അതുപോലെ തന്നെ ഇത് വേറൊരു പാറ്റേണിലുള്ളതാണ്. ഈ കാണുന്നത് വേറൊരു നോട്ട് ഇട്ടിരിക്കുന്നതാണ്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള എല്ലാം ഒരുപോലെയല്ല ഇരിക്കുന്നത്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ളത് നിങ്ങൾക്ക് വന്ന് തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. എറണാകുളത്ത് പല ലീഡിങ് ഷോപ്സിലും പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും പാറ്റേൺസിലുള്ള മാക്രമേസ് ആദ്യമായിട്ടാണ് കാണുന്നത്. ജൂട്ടിൻ്റെ മാക്രമേ ഹാങ്ങേഴ്സിന് ഏകദേശം 300 to 350 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. Vault.paiയുടെ പുതിയ ഔട്ട്ലെറ്റ് ഇരിക്കുന്നത് എറണാകുളത്ത് തമ്മനം പുല്ലേപ്പടി റോഡിൽ പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു സെൻറ്റ് ജൂഡിൻ്റെ സ്കൂളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രിഡ്ജുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. ഗാർഡനിങ് ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഷോപ്പിലെ പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും പോട്ട്സിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഈ മാക്രമേസിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും റേറ്റ് ഉൾപ്പെടെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കുറച്ച് ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്താലേ ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്കൊരു മോട്ടിവേഷനോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ മുന്നോട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് Salu.koshy ഫോളോ ചെയ്യുക.